ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC ബേസ്ഡ് ക്ലാസ് സീരീസിൽ ഉൾപ്പെട്ട യൂറോപ്യന്മാരുടെ വരവ് എന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് പോർച്ചുഗീസുകാരാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ വരവാണ്. അതിൽ തന്നെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. സോ ഇന്ത്യയിലെ യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള വരവിന് വഴിവെച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതാണ്. ഇന്ത്യയിൽ ആദ്യമായെത്തിയ വിദേശികൾ എന്നാൽ അറബികളാണ്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന യൂറോപ്യർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യരാണ് പോർച്ചുഗീസുകാർ. യൂറോപ്പിൽ നിന്ന് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ. വാസ്കോഡഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് 1497 ലിസ്ബണിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. പോർച്ചുഗീസ് രാജാവായിട്ടുള്ള മാനുവൽ 1 ആണ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ അയച്ചത്. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയത് 1498 1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്ത് അദ്ദേഹം വന്നിറങ്ങിയത്. ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. അദ്ദേഹം വന്നിറങ്ങിയ കപ്പലാണ് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പൽ. കൂടാതെ അദ്ദേഹത്തിന്റെ കപ്പലിനെ അനുഗമിച്ച മറ്റ് 2 കപ്പലുകളാണ് സെന്റ് റാഫേലും ബെറിയ എന്ന കപ്പലുകളും. ഫസ്റ്റ് ടൈം അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോയത് 1499 ആദ്യം അദ്ദേഹം വന്നത് 1498 മെയ് 20 തിരിച്ചു പോയത് 1499. വാസ്കോഡഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയ വർഷം 1502. പിന്നീട് അദ്ദേഹം മൂന്നാമതായും അവസാനമായിട്ട് ഇന്ത്യയിൽ വന്നത് 1524. വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോഡഗാമ 3 തവണയാണ് ഇന്ത്യയിലെത്തിയത്. രണ്ടാമത്തെ തവണ വന്നത് 1502, ആദ്യത്തെ തവണ വന്നത് 1498, മൂന്നാമത്തെ തവണ വന്നത് 1524. വാസ്കോഡഗാമയുടെ കച്ചവടത്തിന് എതിർപ്പ് കാണിച്ച കേരളത്തിലെ ഭരണാധികാരിയാണ് കോഴിക്കോട് സാമൂതിരി. അദ്ദേഹം 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചത്. ഭൗതിക ശരീരം കൊച്ചിയിലാണ് അടക്കം ചെയ്തത്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആദ്യമായിട്ട് അടക്കം ചെയ്തത്. എന്നാൽ 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോവുകയും ലിസ്ബണിലെ ജെറോമീസ് കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയും ചെയ്തു. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാപതി അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. സോ വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് കബ്രാൾ. 1500 അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. കൊച്ചിയിലെ പാണ്ഡികശാല സ്ഥാപിച്ചത് അൽവാരസ് കബ്രാളാണ്. കേരള മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഇന്ത്യയിലെ പോർച്ചുഗീസിന്റെ ആദ്യത്തെ വൈസ്രോയി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ അൽമേഡ. 1505 അദ്ദേഹം നിയമിതനായത്. ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം ആവിഷ്കരിച്ചത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള ഫ്രാൻസിസ്കോ അൽമേഡയാണ്. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും അൽമേഡയാണ്. ഇന്ത്യയിലെ യൂറോപ്യർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ യൂറോപ്യരുടെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർഗ് ഇദ്ദേഹമാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. 1509 അദ്ദേഹം രണ്ടാമത്തെ വൈസ്രോയി ആയിട്ട് നിയമിതനായത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് അൽബുക്കർഗാണ്.
ഏറ്റവും ശക്തനായിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചതും ഇദ്ദേഹമാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കുന്നതിനായിട്ട് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്കാണ്. AD 1510 പോർച്ചുഗീസുകാര് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ്. പിന്നീട് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. അൽബുക്കർക്കാണ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത്. 1509 നിയമിതനായിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർക്കാണ് കൊച്ചിയുടെ തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത്. കൊച്ചിയായിരുന്ന തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത്. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ 1513 ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും തമ്മിൽ 1540 ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ, ദാമൻ, ദിയു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യരും ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ച കാത്തോലിക്ക മതവിഭാഗക്കാരും പോർച്ചുഗീസുകാരാണ്. ഏകദേശം 463 വർഷമാണ്. ഏകദേശം 463 വർഷമാണ് അവർ ഇന്ത്യ ഭരിച്ചത്. ഏറ്റവും അവസാനം ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ വിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമായിരുന്ന ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തത് ഒരു സൈനിക നടപടിയിലൂടെയാണ്. 1961 ഡിസംബർ 19 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഗോവയെ മോചിപ്പിച്ചത്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്നാണ് KV കൃഷ്ണമേനോൻ അന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കൊറിയ. കേരളത്തിലെ പോർച്ചുഗീസ് ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന കൃതിയാണ് അല്ലെങ്കിൽ ഗ്രന്ഥമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച തൂഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തൂഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം സമർപ്പിച്ചത് ബീജാപ്പൂർ സുൽത്താനാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും ഈ ഒരു ഭാഗത്തു നിന്ന് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്തൊരു ടോപ്പിക്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തു നിന്ന് എക്സാമിന് വന്നിട്ടുള്ള മുൻ വർഷങ്ങളിൽ എക്സാമിന് വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.